ഹായ് ഫ്രണ്ട്സ്, ഏതോ ജന്മകൽപ്പനയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ മുത്തശ്ശി ശ്രുതി കൊണ്ടുവന്ന ഭക്ഷണം കഴിക്കാതെ വാശി പിടിക്കുകയാണേ. നീ കൊണ്ടുവന്ന ആഹാരം പോയിട്ട് ഒരിറ്റു വെള്ളം വാങ്ങി കുടിക്കാൻ പോലും ഞാൻ തയ്യാറല്ല. മുത്തശ്ശി എന്തിനാ എന്നോടുള്ള ദേഷ്യം സ്വന്തം ആരോഗ്യത്തോട് കാണിക്കുന്നേ? വേണ്ട, ഒന്നും നീ പറയണ്ട. നിന്നെ കാണുന്നത് പോലും എനിക്കിഷ്ടമല്ല. പ്രീതി, നീ നിന്റെ അനിയത്തിയോട് ഇവിടുന്ന് ഇറങ്ങിപ്പോവാൻ പറ എന്ന് പറയുമ്പോൾ പ്രീതി ഇങ്ങനെ ശ്രുതിയുടെ മുഖത്തേക്ക് നോക്കുന്നുണ്ട്. പക്ഷെ പ്രീതിയായിട്ട് ഒന്നും പറയുന്നൊന്നുമില്ല കേട്ടോ. ശ്രുതി ഇങ്ങനെ പ്രീതിയുടെ മുഖത്തേക്ക് നോക്കിയിട്ട് ആ ഭക്ഷണം അവിടെ വെച്ചിട്ട് പോവാൻ നോക്കുകയാണേ. നീ ഒന്ന് അവിടെ നിന്നേ. നീ കൊണ്ടുവന്ന ഈ ഭക്ഷണത്തിൽ നിന്ന് ഒരു തരി പോലും ഞാൻ കഴിക്കില്ലെന്ന് പറഞ്ഞില്ലേ? അതുകൊണ്ട് നീ കൊണ്ടുവച്ച ഭക്ഷണം എടുത്തിട്ട് പോകണം എന്ന് പറയാട്ടോ മുത്തശ്ശി. അപ്പോൾ ശ്രുതി ഒന്നും മിണ്ടാതെ തന്നെ പ്രീതിയുടെയും ആകാശിൻ്റെയൊക്കെ മുഖത്തേക്ക് നോക്കിയിട്ട് വിഷമത്തോടെ ആ ഭക്ഷണം എടുത്തിട്ട് പോവാണേ. ആ സമയത്ത് നമ്മുടെ അഞ്ജലി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അപ്പോൾ പ്രീതി പറയുന്നുണ്ട്, ഞാൻ മുത്തശ്ശിക്കുള്ള ഭക്ഷണം എടുത്തിട്ട് വരാം ചേച്ചി എന്ന് പറഞ്ഞ് പോകുന്നുണ്ട്. മുത്തശ്ശി, ഞാൻ കുഞ്ഞനോട് സംസാരിച്ചു. എന്ത് കാര്യത്തിന്? ഇനി ആരും അവനോട് സംസാരിക്കേണ്ട ഒരു കാര്യമില്ല. ഞാൻ പറഞ്ഞല്ലോ, അവൻ ഇന്ന് അവൻ്റെ അച്ഛൻ്റെ മകനാണെന്ന് തെളിയിച്ചു. എങ്കിലും മുത്തശ്ശി, കുഞ്ഞൻ ഈ കുടുംബത്തിലെ ഒരംഗം തന്നെയല്ലേ? അതവനോട് ക്ഷമിക്കാനുള്ള ഒരു കാരണമേ അല്ല. ഞാനൊന്ന് ചോദിച്ചോട്ടെ, നിന്റെ അമ്മ ഇപ്പോൾ ജീവനോടെ ഉണ്ടെങ്കിൽ അവൻ ഈ കാട്ടിക്കൂട്ടിയത് ക്ഷമിക്കുമായിരുന്നോ? ഒരിക്കലും ഇല്ല മുത്തശ്ശി. അതേ ഞാനും കാണിച്ചുള്ളൂ. ഞാൻ അവനോട് ഒരിക്കലും ക്ഷമിക്കാൻ പോകുന്നില്ല. അപ്പോൾ അഞ്ജലി ഒരു ആമാടപ്പെട്ടിയൊക്കെ എടുത്തിട്ട് മുത്തശ്ശിക്ക് കാണിച്ചു കൊടുക്കണേ. മുത്തശ്ശിക്ക് ഇത് ഓർമ്മയുണ്ടോ? അമ്മ എൻ്റെ കയ്യിൽ തരുന്ന നേരത്ത് കുഞ്ഞൻ്റെ പെണ്ണിനുള്ളതാണെന്നാണ് പറഞ്ഞത്. ഇതിവിടെ ആചാരപ്രകാരം കല്യാണം കഴിച്ച് വരുന്നവർക്കുള്ളതാണ്, അല്ലാതെ മറ്റുള്ളവരെ വിഡ്ഢികളാക്കി വേഷം കെട്ടിനുള്ളതല്ല. അതുകൊണ്ട് ഞാൻ ഒരിക്കലും അവരോട് ക്ഷമിക്കുകയില്ല എന്ന് മുത്തശ്ശി പറയാട്ടോ. ശരിയാ മുത്തശ്ശി പറഞ്ഞത്. അവനോട് ആരും ക്ഷമിക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് അഞ്ജലി റൂമിലേക്ക് പോവാണ് കേട്ടോ. ആ സമയത്ത് ശ്യാമാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കട്ടോ, തലയൊക്കെ ചോർന്നിട്ട്. എൻ്റെ രാജകുമാരി, നിന്റെ അനിയ ഇത് എന്തുദ്ദേശിച്ചാ? മോശം. ഇനി എങ്ങനെ നമ്മൾ മറ്റുള്ളവരുടെ മുഖത്തേക്ക് നോക്കും? അളിയൻ ഇത് എന്തു ഭാവിച്ചാ എന്നൊക്കെ ചോദിക്കുന്ന നേരത്തെ അഞ്ജലി പറയുന്നുണ്ട്, ശ്യാമേട്ടൻ എന്നോട് ഇങ്ങനെ ചൂടാവാതെ. ഞാൻ തന്നെ വല്ലാതെ സങ്കടത്തിൽ നിൽക്കുക. എങ്കിലും അവൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല ശ്യാമേട്ടാ. അല്ല രാജകുമാരി, ഇനി എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നത് നിനക്കാ. ശ്രുതിയെപ്പോലുള്ള ഒരു കുട്ടിയല്ല അവൻ കല്യാണം കഴിക്കേണ്ടിയിരുന്നത്. അതങ്ങനെയല്ല ശ്യാമേട്ടാ. അവന് ശ്രുതിയോട് ഒരു ഇഷ്ടമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അവനത് ആരോടും പറഞ്ഞിട്ടില്ല. എന്നിട്ടും അവൻ എന്താ ഇങ്ങനെ ചെയ്തതെന്ന് എനിക്കറിയില്ല. ഇതിലെന്താ ഇപ്പോൾ മനസ്സിലാക്കാനുള്ളത്? നിനക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും അളിയൻ്റെ പ്രവൃത്തി അത്ര നല്ലതിനല്ല. ഈ പ്രവൃത്തി ഈ കുടുംബത്തിന് ദോഷകരമായിട്ട് ഭവിക്കും. ഇല്ല ശ്യാമേട്ടാ, ഞാനതിന് സമ്മതിക്കില്ല. എങ്കിൽ ഈ വിവാഹത്തെ നമ്മൾ ആരും അംഗീകരിക്കാൻ പാടില്ല. നിന്റെ അനിയൻ ചെയ്ത തെറ്റിന് ഇപ്പോൾ തന്നെ പരിഹാരം കാണണം എന്ന് പറയുമ്പോൾ നമ്മുടെ അഞ്ജലി പറയുന്നുണ്ട്, അതേ ശ്യാമേട്ടാ, ഞാനൊരിക്കലും അവരുടെ ബന്ധത്തെ അംഗീകരിക്കില്ല. അതിനുള്ളൊരു പരിഹാരം കാണാൻ തന്നെയാണ് ഞാൻ പോകുന്നത്. ശ്യാമേട്ടൻ പോയി എല്ലാവരോടും വരാൻ വേണ്ടി പറ. എനിക്കിപ്പോൾ തന്നെ അവരോട് സംസാരിക്കണം എന്ന് പറയുമ്പോൾ ഭയങ്കരമായിട്ട് സന്തോഷിക്കാട്ടോ നമ്മുടെ ശ്യാം. എന്നിട്ട് എല്ലാവരെയും വിളിച്ചിട്ട് ഹാളിൽ ഇരിക്കുകയാണ് കേട്ടോ. അങ്ങനെ എല്ലാവരും ഹാളിൽ വന്നിരിക്കുന്ന സമയത്ത് നമ്മുടെ ശ്രുതിയും വരുന്നുണ്ട്. ഇത് കാണുന്ന മനോരമ, എൻ്റെ മൈ ഗോഡ്, ഈ കുടുംബത്തിലെ എല്ലാവരും വേണമെന്നല്ലേ അഞ്ജലി ബേബി പറഞ്ഞോളൂ. അതിനെന്തിനാ നിന്നെ ഈ കുടുംബത്തിലെ മരുമകളായിട്ട് ആരെങ്കിലും അംഗീകരിച്ചോ? ഇല്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ ശ്രുതി അങ്ങോട്ടേക്ക് തിരിഞ്ഞു പോവാൻ വേണ്ടി നിൽക്കുകയാണേ. ശ്രുതി, ഒന്നവിടെ നിൽക്ക്. നീ ഇപ്പോൾ വന്നത് നന്നായി. എനിക്ക് പറയാനുള്ളത് നിന്നോടും കൂടിയാ എന്ന് പറയാട്ടോ അഞ്ജലി. എൻ്റെ സഹോദരൻ അണിയിച്ച താലി നിന്റെ കഴുത്തിലുണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ ഞങ്ങളാരും നിങ്ങളുടെ കല്യാണം അംഗീകരിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ ശ്രുതിക്കാകെ വിഷമാവട്ടോ. അപ്പോഴേക്കും നമ്മുടെ അശ്വിൻ എണീറ്റ് നിന്നിട്ട് പറയുന്നുണ്ട്, ഞാൻ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ എക്സ്ക്യൂസ് മീ മിസ്റ്റർ അശ്വിൻ സായിറാം, ഞാൻ സംസാരിക്കുന്നത് കണ്ടില്ലേ? അതിനിടയ്ക്ക് നീ അഭിപ്രായം പറയാൻ ഇത് നിന്റെ ഓഫീസല്ല. ഞാൻ സംസാരിക്കട്ടെ എന്ന് പറയുമ്പോഴേക്കും അശ്വിൻ അവിടെ തന്നെ ഇരിക്കാട്ടോ. ആചാരപ്രകാരം അഗ്നിസാക്ഷിയായുള്ള വിവാഹം, അത് കഴിഞ്ഞ് ചടങ്ങുകളോടുകൂടിയ ഗൃഹപ്രവേശം, അതാണ് ഈ വീട്ടിലെ ചടങ്ങ്. നിങ്ങളുടെ വിവാഹം അങ്ങനെയാണോ നടന്നതെന്ന് എനിക്കറിയില്ല. നിങ്ങൾ യഥാർത്ഥത്തിൽ വിവാഹിതരാണോ എന്ന് പോലും എനിക്കറിയില്ല. പക്ഷേ ഈ വീടിൻ്റെ ആചാരപ്രകാരം നിങ്ങൾ വിവാഹിതരല്ലെങ്കിൽ എനിക്ക് ഈ ബന്ധം അംഗീകരിച്ചു തരാൻ കഴിയില്ല. എന്തു പറയുന്നു മുത്തശ്ശി? അതെ അഞ്ജലി, നീ പറയുന്നതാ ശരി. ഇവർ നമുക്ക് ഒരുപാട് വേദനകൾ തന്നെങ്കിലും കൂടിയിട്ട് ഈ വീടിൻ്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും മാറ്റിമറിക്കാൻ ആർക്കും പറ്റില്ലല്ലോ. ആ ആചാരങ്ങൾ കഴിഞ്ഞിട്ട് മതി ഇനി എന്തും
എന്ന് മുത്തശ്ശി പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ അശ്വിന്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കട്ടെ നമ്മുടെ ശ്രുതി. അപ്പൊ തന്നെ നമ്മുടെ അഞ്ജലി പോയിട്ട് മന്ത്രകോടി എടുത്തിട്ട് വരിക കേട്ടോ. ആ സമയം നമ്മുടെ മനോരമയ്ക്ക് സന്തോഷിച്ച് നിൽക്കുകയാണേ. ഇപ്പൊ തന്നെ ഇവളെ പറഞ്ഞു വിടും എന്നുള്ള കാര്യത്തില്. ഇത് കാണുമ്പോൾ നമ്മുടെ മനോരമയുടെ കണ്ണൊക്കെ തള്ളിയിട്ട് പറയുന്നുണ്ട് മോഹനനോട്, എന്റെ മൈ ഗോഡ്, അഞ്ജലി ബേബിയുടെ സംസാരം കേട്ടപ്പോ ഇവളെ ഇപ്പൊ തന്നെ ഇവിടുന്ന് പറഞ്ഞു വിടുമെന്നല്ലേ ഞാൻ വിചാരിച്ചത്. ഇതിപ്പോ വിളക്ക് വെച്ച് സ്വീകരിച്ച പോലെ ആയല്ലോ. വാട്ട് എ പിറ്റി എന്നിങ്ങനെ പറയുമ്പോൾ മോഹനായിട്ട് പറയും, നീ ഒന്ന് അടങ്ങ് മനോരമേ എന്ന് പറയാട്ടോ. അതിനുശേഷം നമ്മുടെ അഞ്ജലി ശ്രുതിയുടെ കയ്യിൽ ആ മന്ത്രകോടി കൊടുത്തിട്ട് പറയുന്നുണ്ട്, അതെടുത്തിട്ട് വരാൻ വേണ്ടിയിട്ട് പറയാണ് അഞ്ജലി. അങ്ങനെ നമ്മുടെ ശ്രുതി റൂമിലോട്ട് പോവാണ്. അപ്പോൾ അവിടെ ഇരുന്ന് ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. അന്നാ ലാവണ്യ പറഞ്ഞ കാര്യം, ഞാൻ കാർട്ടൂൺ ബേബിയുടെ കല്യാണത്തിന് വരില്ല കേട്ടോ. എന്താ കാരണം എന്നറിയോ? ചിലപ്പോൾ നിന്നെ കെട്ടാൻ പോകുന്ന ചെക്കൻ ഞാൻ അറിയുന്ന ആളാണെങ്കിലോ. ഏയ് മേഡം, അങ്ങനെ വരാൻ ഒരു സാധ്യതയും ഇല്ല എന്ന് പറഞ്ഞിട്ട് ചിരിക്കുന്നതൊക്കെ ആലോചിക്കുകയാണ്. പിന്നീട് ശ്രുതിയുടെ അമ്മയോട് ഇങ്ങനെ പറയുന്നതൊക്കെ ആലോചിക്കുന്നുണ്ട്. എൻ്റെ കല്യാണത്തിന് ആരും കരയില്ല, എല്ലാവരും ചിരിച്ച മുഖത്തോടെ ആയിരിക്കും എന്നെ പറഞ്ഞു വിടുക എന്ന് പറയുമ്പോൾ പ്രമീള പറയുന്നുണ്ട്, ഇവളുടെ കല്യാണം മുടങ്ങിയെങ്കിലും പിന്നീട് കിട്ടിയത് നല്ല ഒരു ബന്ധമല്ലേ, അതുപോലെ തന്നെ നിനക്കും വരും മോളെ എന്നിങ്ങനെ പറഞ്ഞത് ആലോചിച്ച് നിൽക്കുകയാണ് നമ്മുടെ ശ്രുതി. ആ സമയത്ത് നമ്മുടെ അശ്വിൻ അങ്ങ് കയറി വരിക കേട്ടോ റൂമിലോട്ട്. അപ്പോൾ തന്നെ നമ്മുടെ ശ്രുതി അവിടെ നിന്ന് എണീറ്റ് പോകുന്നുണ്ട്. എന്നിട്ട് ശ്രുതി നോക്കുമ്പോൾ അശ്വിൻ ഇങ്ങനെ ലാപ്ടോപ്പുമായിട്ട് ഇങ്ങനെ നോക്കിയിരിക്കുക കേട്ടോ. അപ്പോൾ അശ്വിനെ നോക്കി ശ്രുതി പറയുന്നുണ്ട്, നിങ്ങൾ എന്തിനാ എന്നെ വീണ്ടും എന്ന് പറയുമ്പോഴേക്കും അഞ്ജലി അങ്ങോട്ടേക്ക് വരികയാണേ, കുറച്ച് ആഭരണങ്ങളൊക്കെ കൊണ്ട്. ശ്രുതി, നീ ഇതുവരെ മാറ്റിയില്ലേ? ഇതാ ഈ ആഭരണങ്ങൾ കൂടി ഇട്ടിട്ട് വേണം നീ താഴോട്ട് വരാൻ. വേഗം വാ, ഞങ്ങളെല്ലാവരും അവിടെ കാത്തിരിക്കാം. എന്നിട്ട് അഞ്ജലി അത് കൊടുത്തിട്ട് പോകുമ്പോൾ ശ്രുതിയാണെങ്കിൽ അശ്വിൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ, എന്താ പറയാന്നുള്ള ഭാവത്തിൽ. അശ്വിൻ നോക്കുമ്പോൾ എന്താ നിന്നോട് ഇനി പ്രത്യേകമായിട്ട് പറയണമെന്നുള്ള ഭാവത്തിലാട്ടോ നോക്കുന്നത്. അപ്പോൾ തന്നെ ശ്രുതി മാറ്റാൻ വേണ്ടിയിട്ട് പോവാണ്. അങ്ങനെ ആ സാരിയൊക്കെ എടുത്ത് ദേഹത്ത് ഇങ്ങനെ വെച്ചിട്ട് കരയാണ് കേട്ടോ. പിന്നീട് ഒരുങ്ങി നല്ല സുന്ദരിയായിട്ട് വരുന്നുണ്ട്. അങ്ങനെ അഞ്ജലിയാണ് കേട്ടോ ശ്രുതിയുടെ കൈ പിടിച്ചിട്ട് കൊണ്ടുപോകുന്നത്. ശ്യാമും മനോരമയാണെങ്കിൽ ഇതൊക്കെ കണ്ടിട്ട് ഇങ്ങനെ ഞെട്ടി നിൽക്കുക കേട്ടോ. അങ്ങനെ നല്ല തിരിച്ച മനസ്സോടെ തന്നെയാണ് നമ്മുടെ അഞ്ജലി രണ്ടുപേരെയും ആരത്തി ഒഴിഞ്ഞ് സ്വീകരിക്കുന്നത്. അതിനുശേഷം നമ്മുടെ മുത്തശ്ശി ശ്രുതിയുടെ കയ്യിലേക്ക് വിളക്ക് കൊടുക്കുകയാണ്. അപ്പോഴൊക്കെ നമ്മുടെ അശ്വിനും ശ്രുതിയും തമ്മിൽ നോക്കുന്നുണ്ട്. അങ്ങനെ അവർ വീട്ടിലേക്ക് കയറുന്ന രംഗത്തോടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ. ഇഷ്ടപ്പെട്ടെങ്കിലേ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്